സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ പ്രവർത്തനം എങ്ങോട്ട്? കോടികളുടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിർമ്മിതി കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ചോ അറിയണമെങ്കിൽ പൊതുജനങ്ങൾക്ക് വിവരാവകാശം നൽകാൻ കഴിയില്ലെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തൃശൂരിലെ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് വിവരം അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഞങ്ങൾ പരിധിക്ക് പുറത്താണ് എന്ന കാര്യം അധികാരികൾ പറയുന്നത്. ചിലവേറിയ നിർമ്മാണ രീതിക്ക് പ്രായോഗിക ബദലെന്ന നിലയിലാണ് 1989 രൂപീകൃതമായ നിർമ്മിതി കേന്ദ്രത്തിനെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്നത്. സർക്കാർ ഖജനാവിൽ നിന്നുൾപ്പെടെ ഫണ്ടുകൾ വിനിയോഗിച്ച് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. തൃശൂർ ജില്ലയിൽ മാത്രം നിർമ്മിതി കേന്ദ്രത്തിന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളുണ്ട്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ ചെയർമാൻ കളക്ടറും സെക്രട്ടറി സബ് കളക്ടറുമാണ്. അങ്ങനെയിരിക്കെ തൃശൂരിലെ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ ഓഫീസിലെത്തിയപ്പോഴാണ് ഓഫീസുമായോ പ്രവർത്തനങ്ങളുമായോ ബന്ധപ്പെട്ട ഒരു വിവരവും വിവരാവകാശം വഴി അറിയുവാൻ സാധിക്കില്ലെന്ന നഗ്നസത്യം തിരിച്ചറിയുന്നത്. ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയുടെ വാക്കുകളാണിത്. അല്ല, ഈ നിർമ്മിതി കേന്ദ്രത്തിന് അങ്ങനെ വിവരങ്ങൾ തരാനുള്ള ഒന്നുമില്ല. ഇൻഫർമേഷനിലെ ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾ പോലത്തെ ഏജൻസികൾ കൊടുക്കുന്ന കാര്യം വിവരാവകാശ കമ്മീഷനോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഡീറ്റെയിൽ കൊടുക്കും. ഇവിടെ ഈ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥരാരും ചുമതലപ്പെടുത്തിയിട്ടില്ല. വിവരാവകാശത്തിന് വേണ്ടിയിട്ട് വിവരാവകാശത്തിന് ആദ്യം ചുമതലപ്പെടുത്തിയിരുന്നു. പിന്നെയാണ് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഓർഡർ വന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ കളക്ടറേറ്റിൽ വിളിച്ചാലും ആരും നമുക്കിപ്പോൾ ഈ പ്രൊജക്ട് മാനേജർക്ക് ഒരു എത്രയധികം തുക നമുക്കിപ്പം കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് അനുവദിച്ച് നൽകാം എന്നുള്ള ഒരു പരിധിയൊക്കെ നിശ്ചയിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പൊതുജനം ഇന്റേണൽ കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് എന്ത് റോൾ? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വിവരാവകാശത്തിനായി ഒരു ഉദ്യോഗസ്ഥനെയും ഇപ്പോൾ ഓഫീസിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. ചോദിച്ചാൽ മറുപടിയായി 2021 ഒരു ഉത്തരവ് ആവശ്യക്കാർക്ക് നേരെ നീട്ടും. കാസർഗോഡ് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ വന്ന ഒരു വിവരാവകാശ അപേക്ഷയുമായി ബന്ധപ്പെട്ട് 2021 ജൂലൈ 13 കമ്മീഷൻ മുൻപാകെ ഒരു അപ്പീൽ വന്നിരുന്നു. അപ്പീൽ പരിഗണിച്ച അന്നത്തെ വിവരാവകാശ കമ്മീഷണർ എസ് സോമനാഥൻ പിള്ള കാസർഗോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവാണ് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾക്കും മറയാകുന്നത്. അന്വേഷിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ ഉദ്യോഗസ്ഥർക്ക് തന്നെ വ്യക്തതയില്ലെന്നതാണ് മറ്റൊരു കാര്യം. സർക്കാരിൽ നിന്ന് ഗണ്യമായ സാമ്പത്തിക സഹായം ലഭിക്കുന്നില്ലെന്നാണ് അന്നത്തെ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവിന്റെ പകർപ്പ് എല്ലാ നിർമ്മിതി കേന്ദ്രങ്ങളുടെ മേശപ്പുറത്തുമുണ്ടാകും. സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹതകളോ അഴിമതികളോ ഉണ്ടെങ്കിൽ പോലും അത് നിയമവശം വഴി പൊതുജനങ്ങൾ അറിയില്ല എന്നതാണ് ഉദ്യോഗസ്ഥരുടെ ധൈര്യം. ജനം, തൃശൂർ. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് എം മനോജ് ചേരുകയാണ്. മനോജ്, വിവരാവകാശം എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ ഒന്നാണ്. അത് ലംഘിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഓരോ പൗരന്റെയും ബേസിക് റൈറ്റ്സ്, അവരുടെ റൈറ്റ്സ് ലംഘിക്കപ്പെടുന്നു എന്ന് കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിർമ്മിതി ഭവന് മാത്രം എന്താണ്, അല്ലെങ്കിൽ നിർമ്മിതി കേന്ദ്രയ്ക്ക് മാത്രം എന്താണ് അമിത അധികാരമുള്ളത് ഈ വിവരാവകാശം തടഞ്ഞു വയ്ക്കാൻ? അത് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം നിരുത്തരവാദിപരമാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ള തരത്തിൽ കൈയൊഴിയുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്, അല്ലേ? തീർച്ചയായും ചെയ്യുക. ഭവന നിർമ്മാണ ബോർഡിന്റെ കീഴിൽ വരുന്ന സ്വയംഭരണ സ്ഥാപനമാണ് ഈ നിർമ്മിതി കേന്ദ്രം. നിർമ്മിതി കേന്ദ്രമാണ് ഈ സർക്കാരിന്റെ ഉൾപ്പെടെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. തൃശൂർ ജില്ലയിൽ മാത്രം നിരവധിയായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസിലെത്തിയപ്പോഴാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതായത് വിവരാവകാശത്തിന് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ പോലും ഓഫീസിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2021 അന്നത്തെ വിവരാവകാശ കമ്മീഷണർ ഇറക്കിയിട്ടുള്ള ഒരു ഓർഡറാണ് ഇവരെല്ലാവരുടെയും കയ്യിൽ കൊടുക്കുന്നത്. അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഗണ്യമായിട്ടുള്ള ഒരു ഗ്രാന്റ് തങ്ങൾക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്നും തങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും ഇത്രയധികം പണമിടപാടും അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ഈ വിവരാവകാശം വഴി പൊതുജനങ്ങൾക്ക് ഒരു വിവരവും അറിയുവാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും അതൊക്കെ ഇന്റേണൽ ആണ്, അതിലൊന്നും തന്നെ പൊതുജനങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള അങ്ങനെ ആ രീതിയിലാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മറുപടി പറയുന്നത്. എന്തായാലും ഇത് വളരെയധികം ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഇത്തരം സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ ധൈര്യം എന്ന് പറയുന്നത്, അവരെന്ത് അഴിമതി കാണിച്ചാലും അല്ലെങ്കിൽ അവിടെ എന്ത് തരത്തിലുള്ള തിരിമറി നടന്നാലും അത് പൊതുജനങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദേവിക.